പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ അബ്രഹാമിന് എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിലൊന്നാമതായി ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. അബ്രഹാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്ത് എത്തി. അപ്പോൾ വളരെ വ്യക്തമാണ്, അബ്രഹാമിൻ്റെ ആദ്യത്തെ ഭാര്യ സാറയാണെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നു, എഴുതി വെച്ചിരിക്കുന്നു. അബ്രഹാം എന്നായിരുന്നു അബ്രഹാമിൻ്റെ ആദ്യത്തെ പേര്. പിന്നെ അബ്രഹാമിൻ്റെ പേരെന്ത് ചെയ്തു, അബ്രഹാം എന്ന് മാറ്റി അബ്രഹാം എന്നാക്കി. അതേപോലെ സാറായി എന്നായിരുന്നു സാറയുടെ പേര്. സാറായി എന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്തു, സാറ എന്ന പേരാക്കി. ഓക്കെ, അപ്പോൾ അബ്രഹാമിൻ്റെ ഒന്നാമത്തെ ഭാര്യയുടെ പേര് സാറ എന്നാണ്. ഇതാണ് ദൈവം ആദ്യം വാഗ്ദത്ത സന്തതി ഈ സാറായിൽ നിന്ന് അല്ലെങ്കിൽ സാറയിൽ നിന്ന് ജനിക്കുമെന്നാണ് ആര് പറഞ്ഞത്, ദൈവം പറഞ്ഞത്. അങ്ങനെ ഈ സാറയിൽ നിന്നാണ് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിച്ചത്. പിന്നെ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ 12 മക്കളാണ് ഗോത്രപിതാക്കന്മാർ. അതാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അപ്പോൾ വാഗ്ദത്ത സന്തതി ഒന്നാമത്തെ ഭാര്യയായ സാറയിൽ നിന്നാണ് എന്ത് ചെയ്തേ ഉണ്ടായത്. ഇനി രണ്ടാമത്തെ ഭാര്യ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 16-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 16-3. അവിടെ എഴുതിക്കുന്നു 2-3 വാക്യങ്ങൾ. ഒന്നുതൊട്ട് ഞാൻ വായിക്കുന്നു. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല, എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിസ്രയീമ്യ ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. 3-ാം വാക്യത്തിൽ പറഞ്ഞു, അബ്രഹാം കനാൻ ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രയീമദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അപ്പൊ അബ്രഹാമിൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ പേരാണ് മിസ്രയീമദാസിയായ ഹാഗാർ. അപ്പോൾ ഈ ഹാഗാറിൽ നിന്നാണ് ഇസ്മായേൽ ജനിച്ചത്. ഓക്കെ, ആദ്യത്തെ സാറയിൽ നിന്ന് ഇസ്ഹാക്കും, അതേപോലെ എന്താണ് മിസ്രയീമദാസിയായ ഹാഗാറിൽ നിന്ന് ഇസ്മായേലും ജനിച്ചു. ഇസ്മായേലാണ് ആദ്യം ഉണ്ടായത്, പിന്നെ രണ്ടാമതാണ് സാറയിൽ നിന്ന് ഇസ്ഹാക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് മിക്കവർക്കും എന്തുള്ളൂ, അറിവുള്ളൂ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു അബ്രഹാമിന് 2 ഭാര്യ ഉണ്ടായുള്ളൂ, ഒന്ന് സാറയും 2 ഹാഗാറും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം, മൂന്നാമത്തെ ഭാര്യ ആരാണ്. 25-ാം അധ്യായത്തിലേക്ക് പോകണം. 25-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെതൂറ എന്നു പേർ. അപ്പം സാറ മരിച്ചതിന് ശേഷം അബ്രഹാം എന്ത് ചെയ്തു, വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെതൂറ എന്ന് പേർ. അതിൽ 6 മക്കളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒന്ന് അവൾ സിമ്രാൻ, യൊക്ശാൻ, മെദാൻ, മിദ്യാൻ, ഇസ്ബാഖ്, ഷൂവഹ് എന്നിവരെ പ്രസവിച്ചു. അപ്പൊ അബ്രഹാമിന്റെ മൂന്നാമത്തെ ഭാര്യയുടെ പേര് കെതൂറയാണെന്നും ആ ഭാര്യയിൽ 6 മക്കൾ ഉണ്ടായിട്ടുണ്ടെന്നും വചനം വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ്, ഒന്നാമത്തെ ഭാര്യ ആരാണ്, സാറയാണ് അല്ലെങ്കിൽ സാറായി. 2 എന്താണ്, മിസ്രയീമ്യദാസിയായ ഹാഗാറാണ് രണ്ടാമത്തെ ഭാര്യ. മൂന്നാമത്തെ ഭാര്യ ഏതാണ്, കെതൂറ. വളരെ വ്യക്തമാണ്, കെതൂറ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഇനി മറ്റൊരു കാര്യം, ഈ മിസ്രയീമ്യദാസിയായ ഹാഗാറിനെ ഈ സാറ അബ്രഹാമിന് എന്ത് ചെയ്തു, ഭാര്യയായിട്ട് കൊടുത്തു. അപ്പൊ ദൈവമല്ല ഒരിക്കലും കൊടുത്തത്. ഇവിടെ ഒരു ആത്മീയ മർമ്മം കൂടെ ഞാനിത് പറഞ്ഞു പോവുകയാണ്. അപ്പൊ അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചുണ്ടായി, അതായത് ഇസ്മായിൽ ഉണ്ടായി, കൊച്ചു വളർന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സാറയ്ക്ക് എന്ത് ചെയ്തു, ഇസ്ഹാക്ക് ഉണ്ടായി. അങ്ങനെ വളർന്നു കഴിഞ്ഞപ്പം ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി. അപ്പൊ സാറ പറഞ്ഞു എന്ത് ചെയ്യണം, ഈ ദാസിയെയും മകനെ എന്ത് ചെയ്യണം, പുറത്താക്കി കളയാൻ പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ, അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ചു. അപ്പൊ ദൈവം പറഞ്ഞേ, ഇതിൽ ഞാൻ ആലോചന പറയില്ല, നീ ഇതിലൊക്കെയും സാറായുടെ വാക്കൊക്കെ കേട്ടോളാൻ പറഞ്ഞു. സാറയുടെ വാക്ക് തന്നെ ഇതിനകത്ത് കേട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ദൈവം ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞില്ല. അവസാനം നമുക്കറിയാം,
ആ ഇവരെ വീട്ടിൽ നിന്ന് ദാസിയും മകനെയും പുറത്താക്കുന്നു അല്ലെ? ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. 21 അധ്യായത്തിലേക്കൊക്കെ വരുമ്പം അവരെന്ത് ചെയ്യുന്നു? ബേർശേബ മരുഭൂമിയിൽ ചെല്ലുന്നു. അവരെന്ത് ചെയ്യുന്നു? കരയുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞാൽ അൻപിൻപാട് ദൂരത്തിരുന്ന് എന്ത് ചെയ്യുന്നു? കരയുന്നതായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹാഗാറിനെ കിട്ടാനുള്ള കാരണം എന്താണ്? കനാനിൽ ക്ഷാമം ഉണ്ടായപ്പോൾ 12, 13 അധ്യായങ്ങൾ, 14 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കനാനിൽ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഈ അബ്രഹാം എന്ത് ചെയ്തു? സാറയും കൂട്ടി മിസ്രൈമിലേക്ക് പോയെന്ന. അപ്പോൾ ആ പോയതിന്റെ അനന്തരഫലമാണ് മിസ്രൈമിൽ നിന്ന് ഈ ഹാഗാർ എന്ന ദാസിയെയും കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആലോചന പ്രകാരം നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നിശ്ചയമായിട്ടും അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇന്ന് വരെയും ഈ അബ്രഹാമിന്റെ ഈ 2 സന്തതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നിട്ടില്ലല്ലോ. ഇസ്മായിലിന്റെ സന്തതികളും ഇസഹാക്കിന്റെ സന്തതികളും നമ്മൾ, അല്ലെ, യഹൂദനും അറബ് ലോകവും നമ്മൾ യുദ്ധം ഇതുവരെയും തീർന്നിട്ടില്ലല്ലോ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ആത്മീയത്തിൽ നമുക്ക് കഷ്ടതയും പ്രശ്നങ്ങളും നിരാശയും ഒക്കെ ഉണ്ടാക്കാം. ഇതും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പുറകോട്ട് ഒരിക്കലും പിന്മാറി പോകാൻ പാടില്ല. ദൈവത്തെ വിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് പോകാൻ പാടില്ല. ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ അടിമത്തമാണ് അല്ലെ? ഇത് തന്നെയാണ് ആർക്ക് സംഭവിച്ചത്? നവോമിക്ക് സംഭവിച്ചത്. ആ ഭാഗം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അബ്രഹാം ഒരു ചെറിയൊരു തെറ്റ് കാണിച്ചതുകൊണ്ട് അതിന്റെ അനന്തരഫലം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞു വെച്ചത് അബ്രഹാമിന് 3 ഭാര്യമാരുണ്ട് എന്ന് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നു. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങൾ വരാൻ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.